സമയം 5:17. ശിവറാം ഗോത്ര പോക്കറ്റിൽ നിന്നും നയന മെമ്പറേറ്റ കയ്യിലെടുത്തു. തീവ്രവാദിയെ കൊല്ല്, രാജ്യദ്രോഹിയെ കൊല്ല്. ജനം ആർത്തട്ടഹസിച്ചു. വണ്ടി കുലുങ്ങി. ഒരുപക്ഷെ താൻ താഴെ വീണുപോയേക്കുമെന്ന് ആബിദിക്ക് തോന്നി. കൺപോളകൾക്ക് കനം വെച്ചു. കണ്ണടഞ്ഞു പോകും. ശിവറാം ഗോത്ര കാഞ്ചിയിൽ വിരൽ തൊട്ടു. നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് അനുഭവിച്ച അതേ സംഘർഷം, ആത്മസുഖം ശിവറാം ഗോത്രയും അറിഞ്ഞു. വെടിപൊട്ടി. യാ അല്ലാഹ്. രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യ സമരമാണ്. വർത്തമാനകാലത്തെ വായനയിൽ ഏറെ അശാന്തി വിതച്ച വിനോദ് കൃഷ്ണ എഴുതിയ നയന മെമ്പറേറ്റ എന്ന രാഷ്ട്രീയ നോവലിൻ്റെ 494 അവസാനത്തെ പുറം അവസാനിക്കുന്നത് ഞാൻ മേൽപ്പറഞ്ഞ വാക്കുകളോടെയാണ്. ആസുരമായൊരു വർത്തമാനകാലത്ത് ഒരു രാജ്യം നേടിയ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മനുഷ്യനെ തിരിച്ചറിയുന്ന ഇടങ്ങളുമൊക്കെ അപ്രസക്തമാകുന്നു എന്ന് നാം കരുതുന്ന കാലത്ത് രാജ്യം ഭയാനകമായ നിശബ്ദതയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് നാം ആശങ്കിക്കുന്ന കാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഉയരുന്ന മുദ്രാവാക്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ ഉറച്ച കാലടിയോടെ നടക്കുന്ന ആളുകളും എവിടെയെങ്കിലുമൊക്കെ നാം കാണുന്ന പുതിയ കാലത്തിൻ്റെ കാഴ്ചകൾ പോലും അളവറ്റ ആശ മനുഷ്യസ്നേഹികൾക്ക് സമ്മാനിക്കുന്ന കാലത്ത്, ആ കാലത്ത് നിന്നുകൊണ്ടാണ് നയന മെമ്പറേറ്റ എന്ന രാഷ്ട്രീയ നോവലിനെ നാം വിചാരണ ചെയ്യേണ്ടതും വായിക്കേണ്ടതും എന്ന് ഞാൻ കരുതുന്നു. ഈ പുസ്തകത്തിൻ്റെ വായനയിലേക്ക് കടക്കും മുമ്പ് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പുസ്തകത്തെ പദാനുപദം വായിക്കാനും ഈ പുസ്തകത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഇതിൻ്റെ ഭാഷയെയും ആ ഭാഷയുടെ ഗൗരവത്തെയും അതുളവാക്കുന്ന കഥാപാത്ര സവിശേഷതകളെയും പേർത്തും വർണ്ണിച്ച് ഒരു പുസ്തക റിവ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനായി ഞാൻ നിങ്ങളോട് ആദ്യമേ മാപ്പപേക്ഷിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ വായനയിലേക്ക് കടക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വായനയിലേക്ക് കടക്കുമ്പോൾ ഈ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന കാലത്തെ നാം അടയാളപ്പെടുത്തേണ്ടി വരും. ഈ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ നാം അടയാളപ്പെടുത്തേണ്ടി വരും. ഈ പുസ്തകത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളെ നാം രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വ്യത്യസ്തമായ സമയകാലങ്ങളിൽ, വ്യത്യസ്തമായ മനുഷ്യഭൂമികകളിൽ, വ്യത്യസ്തമായ രാഷ്ട്രീയ സഞ്ചാര പഥങ്ങൾ നിർണയിക്കുന്ന ഒരു നോവലാണ് വിനോദ് കൃഷ്ണ എഴുതിയ നയന മെമ്പറേറ്റ എന്ന് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലും ഇല്ലാതെ നിൽക്കുന്നെന്ന് ആശങ്കപ്പെടുമ്പോൾ വർത്തമാനകാലത്തെ ഇരുണ്ട വഴികളിലേക്ക് നയിക്കും എന്ന് നാം ഭയപ്പെടുന്ന ഒരു കാലത്ത് അക്രമോത്സുകമായ ഫാസിസത്തെ നേരിടേണ്ടത് അതിനേക്കാൾ അക്രമോത്സുകമായ വാക്കുകൊണ്ടാണ് എന്ന് വിനോദ് കൃഷ്ണ നയന മെമ്പറേറ്റയുടെ 494 പേജിലും നമ്മളോട് നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ അഭ്യർത്ഥന ഞാൻ പലവരും പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ വായന കൊണ്ട് പൂർത്തീകരിക്കുമ്പോഴാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ അസാധ്യമായ ഒരു വായനാനുഭവം സൃഷ്ടിക്കുന്നത് ഞാൻ കരുതുന്നു. നയന മെമ്പറേറ്റ എന്ന പുസ്തകം മുന്നോട്ട് വെക്കുന്നത് ഗാന്ധിജി നടന്നു തീർത്ത വഴികളാണ്. ഗാന്ധിജി നടന്നു തീർത്ത വഴികളെക്കുറിച്ച് നയന മെമ്പറേറ്റ പറയുമ്പോൾ ആ വഴികളെക്കാളേറെ പ്രാധാന്യത്തോടുകൂടി എങ്ങനെയാണ് ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്ന് ഇരുട്ടിൻ്റെ ശക്തികൾ ആസൂത്രണം ചെയ്യുന്നതും ആലോചിക്കുന്നതും ഒരു സമാന്തരം പോലെ ഈ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന എല്ലാ പരിമിതികളോടെയും ഒരു രാജ്യത്തിന് വെച്ച് നീട്ടുവാൻ, ആ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആവുന്നത് പരിശ്രമിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ ഗാന്ധിജിയിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യേണ്ടത് അങ്ങേയറ്റം ക്രൂരമായൊരു നരഹത്യയിലൂടെയാണ് എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. 14 ദിവസത്തെ ഉപവാസത്തിന് ശേഷം
നന്നേ ക്ഷീണിതനാണ് ആ മനുഷ്യൻ. അങ്ങേയറ്റം ദുർബലനുമാണ് ആ മനുഷ്യൻ. അന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വംശീയ ഹത്യകളിൽ, വിഭജനത്തിൻ്റെ മുറിപ്പാടുകൾ ഖിന്നനായി താൻ ഇന്നോളം മുറുകെ പിടിച്ചിരിക്കുന്ന നൈതിക മൂല്യങ്ങൾ എല്ലാം തന്നെ നഷ്ടപ്പെടുന്നു എന്ന അവസാനത്തെ ആശങ്കയിലാണ് ഏറ്റവും അവസാനത്തെ ദിവസം ഗാന്ധി എന്ന രാഷ്ട്രപിതാവ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഓർമ്മ വേണം. നിരവധി ആവർത്തിച്ച് പരാജയപ്പെട്ട എല്ലാത്തരം ആസൂത്രണങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്യം തെറ്റാതെ ഗാന്ധിജിയെ വധിക്കുവാനുള്ള പദ്ധതി തയ്യാറാകുന്നത്. ആ പദ്ധതി തയ്യാറാകുമ്പോൾ, ആ മനുഷ്യനെ വധിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, എന്തിനാണ് ഇത്രമേൽ ദുർബലനായ, ഏറ്റവും അവസാനത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും 48.5 കിലോഗ്രാം മാത്രം തൂക്കമുള്ള ശരീരത്തിൽ വല്ലാതെ നിർജ്ജലീകരണം സംഭവിച്ച ആ ഒരൊറ്റ മുണ്ടെടുത്ത മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ 3 വെടിയേറ്റ് വധിക്കുന്നത്? ആ മനുഷ്യനെ തൊല്ലി താഴെ ഇട്ടാൽ ആ മനുഷ്യൻ അപ്പോൾ തന്നെ മരിക്കുമല്ലോ എന്ന ചോദ്യത്തിന് ഫാസിസം നൽകുന്ന ഉത്തരം വെടിവെച്ചാണ് ഗാന്ധിജിയെ കൊല്ലേണ്ടത് എന്നാണ്. ഗാന്ധിജിയെ വെടിവെച്ചാണ് കൊലപ്പെടുത്തേണ്ടത് എന്ന് ഫാസിസം തീരുമാനിക്കുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി മരിച്ച് നാളുകൾ ഒട്ടേറെയായിട്ടും ഇപ്പോഴും ഒക്ടോബർ 2-ന് നാടെമ്പാടും ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉയർന്നു വരുന്നത്. അതിന് നിറമാറിലേക്ക് ചുവന്ന വെള്ളം കലക്കിയ ഒരു പ്ലാസ്റ്റിക് കവർ തൂക്കപ്പെടുന്നത്. അങ്ങേയറ്റത്തെ ആമോദത്തോടുകൂടി ആ പ്രതിമയുടെ വിരുമാറിൽ കെട്ടിവെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിലെ വെള്ളം ഒരു വെടികൊണ്ട് ചീറ്റിത്തെറിപ്പിച്ച് ഗാന്ധിജിയുടെ മാറിലൂടെ ഉറവുന്ന ചോര കണ്ട് ആനന്ദിക്കുന്ന ഒരു ജനത ഇന്നും ഇന്ത്യയിലുണ്ട് എന്നും അവരുടെ അംഗസംഖ്യ കൂടിക്കൂടി വരികയാണ് എന്നും നമ്മുടെ നാട് നമ്മളോട് പറയുന്നുണ്ട്. ഗാന്ധിജി തോറ്റുപോയ ഒരു മനുഷ്യനാണ് എന്ന് ആ രാഷ്ട്രീയ സംഘടനകൾ നമ്മളോട് പറയുന്നുണ്ട്. അവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ വായന വർത്തമാനകാലത്തെ ആസുരമായ രാഷ്ട്രീയത്തോട്, വർത്തമാനകാലത്ത് ഫാസിസത്തിൻ്റെ ഇരുൾ വഴികളോട് കലഹിക്കാൻ നമുക്ക് മുമ്പിൽ ആദർശവും, നമുക്ക് മുമ്പിൽ അക്ഷരവും, നമുക്ക് മുമ്പിൽ പ്രത്യയശാസ്ത്രവും, നമുക്ക് മുമ്പിൽ അക്രമോത്സുകമായ വാക്കുകളുമാണ് എന്ന് ഈ പുസ്തകം നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയനവെമ്പറേറ്റ എന്ന നോവൽ തുടങ്ങുന്നത് വിനോദ് കൃഷ്ണ എന്ന അത്യുത്സാഹിയായ തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു എഴുത്തുകാരൻ വർഷങ്ങളോളം ഗാന്ധിജിയെ പിന്തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഗാന്ധിജിയെ ലഭ്യമായ എല്ലാ രേഖകളിലും, ലഭ്യമായ എല്ലാ ആർക്കൈവ്സുകളിലും പിന്തുടർന്നുകൊണ്ടാണ് വിനോദ് കൃഷ്ണ തൻ്റെ നയനമെമ്പറേറ്റ എന്ന നോവൽ പൂർത്തിയാക്കുന്നത്. ആ പൂർത്തിയാക്കലിൽ ഗാന്ധി മ്യൂസിയം വിനോദ് കൃഷ്ണ സന്ദർശിക്കുന്നുണ്ട്. ഗാന്ധി മ്യൂസിയം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ക്യൂറേറ്ററായ അൻസാർ അലി 1997 വരെ ഗാന്ധി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന, ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന നയനമെമ്പറേറ്റ അവിടെ ഉണ്ടായിരുന്നു എന്നും അതിനുശേഷം ആളുകൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നതുകൊണ്ട്, ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നതുകൊണ്ട് രാഷ്ട്രപിതാവിനെ വധിച്ച തോക്ക് അവിടെ നിന്ന് മാറ്റി എന്നും പറയുന്നുണ്ട്. 1997 വരെ ആളുകൾക്കില്ലാതിരുന്ന ഒരു അസ്വസ്ഥത 1997 ശേഷം ഉണ്ടാകുന്നത് നാം വർത്തമാനകാല രാഷ്ട്രീയത്തെ കൂടി നിർവചിച്ചുകൊണ്ടാകണം. ഇന്ത്യയിൽ ഭീഷണമായ തരത്തിൽ അധികാരത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം വളർന്നു വരുന്നുണ്ട്. 30 ആണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് എല്ലാം വിലവെച്ച് നേടിയെടുക്കാം എന്ന് കരുതുന്ന ഒരു കമ്പോള സംസ്കൃതി രൂപപ്പെടുന്നത്. കമ്പോളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മുഖമുദ്ര അത് അതിതീവ്രമായ ദേശീയതയെയും അതിനേക്കാൾ തീവ്രമായ വർഗീയതയെയും ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. കമ്പോളത്തിൻ്റെ രണ്ടാമത്തെ മുന്നോട്ട് വെക്കുന്ന ആശയം അത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ് എന്നതാണ്. മൂന്നാമതായി അത് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും ഗംഭീരമായി ആളുകളെ ഏതെങ്കിലും ലഹരിക്കുള്ളിൽ അടിപ്പെടുത്താം എന്നാണ്. ഈ 3 സംഹിതകളും കമ്പോളം കൃത്യമായ പ്രവർത്തന പദ്ധതികളിലൂടെ തയ്യാറാക്കുമ്പോൾ മനുഷ്യൻ്റെ വിശപ്പിന് മുകളിൽ ഏറ്റവും പെട്ടെന്ന് വെക്കാവുന്ന ഒന്നാണ് വർഗീയത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വർഗീയതയെ വഴി നടത്തുന്ന രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഒരു പ്രത്യേക സ്ഥാനം കൈവരിക്കുന്നതും ആ രാഷ്ട്രീയം ഇന്ത്യയുടെ പരമാധികാരമേറുന്നതും. നാഗ്പൂരിൽ 100ഓളം വർഷങ്ങളായി ആവിഷ്കരിച്ച് വീണ്ടും നടപ്പാക്കിയ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് RSSൻ്റെ പരിവാരങ്ങൾ ഇന്ത്യയുടെ അധികാരത്തിലേറുകയും
ഫാസിസം അധികാരത്തിലേറുന്ന കാലത്താണ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിക്കൊപ്പം സവർക്കറും സ്ഥാനം പിടിക്കുന്നത്. ഇത് കേവലമായ രണ്ട് ചിത്രങ്ങൾ അഭിമുഖം വരലല്ല, ഇന്ത്യയായി നിർണയിച്ച ഒരു ജനാധിപത്യത്തിൻ്റെ എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങുവാനായി നിരന്തരം പരിശ്രമിച്ച, അതിനായി അന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്ത അഹിംസ എന്ന ഒരു പ്രത്യയശാസ്ത്ര പദ്ധതി മുന്നോട്ട് വെച്ച ഒരു മനുഷ്യനെ അങ്ങേയറ്റം ഹിംസാത്മകമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കൊലപാതക പദ്ധതിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു കാലത്ത് ആ കാലത്തെ നിർണയിക്കുന്നതിലും ആ കാലത്തെ നിശ്ചയിക്കുന്നതിലും അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നതിലും ഗാന്ധിവധം തന്നെ അടിസ്ഥാന ആശയമായി രൂപപ്പെടുത്തി ഒരു പുസ്തകത്തിൻ്റെ രചന നിർവഹിക്കുക എന്നതും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന പിരിവുകളെ കൃത്യമായി ഈ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുക എന്നതും ഈ പുസ്തകത്തിലൂടെ സമർത്ഥമായി വിനോദ് കൃഷ്ണ മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു ചരിത്രത്തിൻ്റെ അതേപടിയായ വായനയല്ല. തീർച്ചയായും ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ചേർന്ന് നടക്കലുമല്ല. ഒരു നോവലിൻ്റെ വായനാ സുഖത്തിന് വേണ്ടി, ഒരു നോവലിൻ്റെ ഉദ്യോഗ ജനതയ്ക്ക് വേണ്ടി അതിസുന്ദരമായി ഫിക്ഷൻ ഇടകലർത്തിയാണ് ഈ നോവലിൻ്റെ കഥാഘടന പുരോഗമിക്കുന്നത്. പക്ഷേ ഈ നോവൽ രചനയിലെ ഏറ്റവും സുന്ദരമായ വശം എന്നത് ഫിക്ഷനും ചരിത്രവും ഈ സ്വർണത്തിന് സുഗന്ധം പോലെ ഇഴചേർന്ന് നിൽക്കുന്ന കാഴ്ച ഈ നോവൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരർത്ഥത്തിൽ ഇതിലെ ഫിക്ഷൻ ചരിത്രമാവുകയും ചരിത്രം ഫിക്ഷൻ ആവുകയും ചെയ്യുന്ന ഒരു അസാധ്യമായ രചനാ രീതി ഈ നോവലിലുടനീളം വിനോദ് കൃഷ്ണ നിർവഹിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അധികാരത്തിന്റെ പരിസരങ്ങളിലൊന്നും സ്ത്രീകൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത്, കേവലം ശരീരം മാത്രമായി സ്ത്രീകൾ കരുതപ്പെട്ടിരുന്ന ഒരു കാലത്താണ് ഈ നോവലിൻ്റെ കാലം പുരോഗമിക്കുന്നത് എന്നിരിക്കെ അത്ഭുതകരമായി നാം കാണുന്ന ഒരു കാഴ്ച, ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കെല്ലാം അസാധ്യമായൊരു മിഴിവുണ്ടാകുന്നു എന്നതും അവർ ഇടയ്ക്കിടയ്ക്ക് കാലത്തെയും ചരിത്രത്തെയും ഫാസിസത്തെയും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാവുന്ന പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര പരിസരമാണ് എന്നുകൂടി ഈ നോവലിൻ്റെ വായനയിൽ നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. തന്നെ വഴി നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പരിസരത്ത് നന്നായി ഉൾച്ചേർന്നിരുന്ന മനുഷ്യനാണ് ഗാന്ധിജി. വർത്തമാനകാലത്ത് രാമൻ്റെ പേരിൽ ഒരു പ്രത്യയശാസ്ത്രം ആയുധമെടുത്ത് അട്ടഹസിക്കുമ്പോൾ ഒരു രാമക്ഷേത്രത്തിൽ ഗാന്ധിജി ചെന്ന് നിൽക്കുന്ന ഒരു ചരിത്ര കാഴ്ചയുണ്ട്. ബനാറസ് പട്ടുസാരിയിൽ അഭിരമിക്കുന്ന സീതയെയും യൂറോപ്പിൽ നിന്ന് ഇറക്കിയ മസിൽ തുണിത്തരത്തിൽ നല്ല പൂർണ്ണ വസ്ത്രവിരാജിതനായി നിൽക്കുന്ന രാമനെയും കാണുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയോട് ഗാന്ധി ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഒരു വിദേശ നിർമ്മിത വസ്ത്രത്തിൽ നിങ്ങൾ എൻ്റെ രാമനെ പ്രദർശിപ്പിച്ചു എന്നാണ്. ഇന്ത്യൻ തറികളിൽ നൂൽനൂറ്റ ഖദർ വസ്ത്രത്തിൽ നിങ്ങൾക്ക് എനിക്ക് രാമനെ കാണിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന അത്ര ഗംഭീരമായ ഒരു രാഷ്ട്രീയത്തെ ഗാന്ധിജി കൈയാളുന്നുണ്ട്. ആ രാഷ്ട്രീയത്തെ നിർദ്ധാരണം ചെയ്യുന്നത് കേവലം ഒരു ദേശീയ പദ്ധതി അല്ല എന്നും അതിൽ കമ്പോളം കൂടി ഉൾച്ചേർന്നിരിക്കുന്ന ഒരു അന്തർദേശീയ പ്രവർത്തന പദ്ധതി ഉണ്ട് എന്നും ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പുരോഗമിക്കുന്ന എല്ലാ ഘട്ടത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടാനായി പരിശ്രമിക്കുന്ന നാൾവെള്ളുകളുടെ എല്ലാ ഘട്ടത്തിലും ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതി അതിൻ്റെ എല്ലാ പ്രവർത്തന ഘട്ടത്തിലും ഫാസിസ്റ്റുകൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നത് വളരെ കൗതുകത്തോടുകൂടി നാം നിരീക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും നാം അജ്ഞരായിരുന്ന ഒരു കാലത്ത്, ഏറ്റവും അവസാനമാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്ന് കരുതുന്ന കാലത്ത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഏടുകളിലും ഗാന്ധിജി എന്ന് പറയുന്ന സനാതന ധർമ്മസ്ഥലികളിൽ ഹിന്ദു എന്ന് സ്വയം എപ്പോഴും വിശേഷിപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരടിക്കുമ്പോൾ ആ മനുഷ്യനെ കൊന്നു തീർക്കാനുള്ള ഒരു പ്രവർത്തന പദ്ധതി ഫാസിസത്തിൻ്റെ പണിപ്പുരയിൽ കൃത്യമായി എല്ലാ കാലത്തും അണിഞ്ഞൊരുങ്ങുന്നുണ്ടായിരുന്നുവെന്നും അത് പലപ്പോഴായി പാളിപ്പോയിട്ടുണ്ട് എന്നും അത് ഏറ്റവും കൃത്യമായി നിക്ഷേപിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനമാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് എന്നും ഈ നോവൽ വായന നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇത് വളരെ ലളിതമായ ഒരു രാഷ്ട്രീയ സത്യമാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഗാന്ധിജി എന്നത് കേവലം ഒരു വ്യക്തിയല്ല എന്നും ഗാന്ധിജി എന്നത് ഒരു പ്രതീകമാണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ആ പ്രതീകം എല്ലാ പരിമിതികളുമുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ പ്രതീകമാണ്. ആ ജനാധിപത്യത്തിൻ്റെ പ്രതീകത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഫാസിസത്തിൻ്റെ അജണ്ട എല്ലാ കാലത്തും മനുഷ്യത്വത്തിനും ധാർമ്മികതയ്ക്കും ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും എതിരായ ഒരു പ്രവർത്തന പദ്ധതിയാണ്
ഫാസിസ്റ്റുകൾ വെച്ചു പുലർത്തിയിരുന്നത് എന്ന് ഈ നോവൽ നമുക്ക് വെളിവാക്കി തരുന്നത് ഒട്ടൊരു അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ബൃഹത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നോവൽ നമുക്ക് തരുന്ന ഒരു രാഷ്ട്രീയ ദർശനം ഇത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ നോവലിലെ പ്രധാനപ്പെട്ട ഒരു ഏടായി ഈ പ്രത്യയശാസ്ത്ര ദർശനത്തെ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഈയിടെ പുറത്തിറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ അതിൻ്റെ എല്ലാ കൊമേഴ്ഷ്യൽ ദൗർബല്യങ്ങളിലും അഭിരമിക്കുന്ന ഒന്നാണ് എങ്കിൽ പോലും ആദ്യത്തെ 7 മിനിറ്റ് ഗുജറാത്ത് വംശഹത്യയുടെ അതിതീവ്രമായ ചില ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അക്കാലത്തെ വർത്തമാന പത്രങ്ങളെ ആധാരമാക്കി ഒട്ടുമേ ആശയം ചോരാതെ വളരെ കൃത്യമായി ഈ വംശീയ ഹത്യയുടെ നടുക്കം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ആ ചിത്രത്തിനായിട്ടുണ്ട് എന്ന് അത് കണ്ട അവർക്കും ബോധ്യമാകും. അതിൽ ബാബ ബജ്രംഗി എന്ന പേര് ഉപയോഗിക്കുന്നത് പോലും ഈ പരിവാര സംഹിതകൾക്കുണ്ടാക്കുന്ന വലിയ രോഷം നാം കണ്ടതാണ്. 21ഓളം കട്ടുകൾക്ക് ശേഷം ഛിന്ന ഭിന്നമാക്കപ്പെട്ട എമ്പുരാൻ സിനിമ കാണേണ്ട ഒരു ദുര്യോഗവും തുടർന്ന് പ്രേക്ഷകർക്കുണ്ടായി. അവിടെയാണ് നയനമ്മ ബെറേറ്റ എന്ന വിനോദ് കൃഷ്ണയുടെ 496 പേജുള്ള പുസ്തകങ്ങൾ, ആ പുസ്തകത്തിലുടനീളം യഥാർത്ഥ ഐഡന്റിറ്റിയോടുകൂടി ഗാന്ധി വധത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാവരെയും വിചാരണ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാഥുറാം വിനായക് ഗോഡ്സെ തുടങ്ങി സവർക്കർ തുടങ്ങി ഗാന്ധി വധത്തിൽ ഉൾച്ചേർന്നിരുന്ന അതിൻ്റെ ഗൂഢാലോചനകൾ ആമഗ്നരായിരുന്ന ആ പ്രത്യയശാസ്ത്ര ദർശനത്തെ നടപ്പാക്കിയെടുക്കാൻ പരിശ്രമിച്ച എല്ലാവരെയും കൃത്യമായ പേരുകളോടെയും സ്ഥലനാമത്തോടെയും ചരിത്രത്തിൻ്റെ യഥാർത്ഥ തെളിച്ചത്തോടുകൂടിയും വിചാരണ ചെയ്യുന്ന കരുത്തുറ്റ ഒരാഖ്യാന രീതി വിനോദ് കൃഷ്ണ ഈ നോവലിലുടനീളം പിന്തുടരുന്നുണ്ട്. അതിനായി അദ്ദേഹം കാണിച്ച ധൈര്യത്തെയും ഈ വർത്തമാനകാലത്തെ ഇരുണ്ട ആകുലതകളിൽ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് നാം കാണേണ്ടതുണ്ട്. 496 പേജുള്ള ഈ നോവൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇന്നും ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എങ്കിൽ അയാൾ പ്രതിരോധ കേരളത്തിൽ ജനിക്കുകയും ഇവിടെ കാലുറപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു കേരളീയൻ എന്ന നിലയിൽ, ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഇപ്പോഴും കേരളത്തെക്കുറിച്ചോർത്ത്, കേരളത്തിൻ്റെ പ്രതിരോധത്തെയും രാഷ്ട്രീയ ബോധ്യത്തെയും കുറിച്ചോർത്ത് അഭിമാനിക്കാനുള്ള ഇടം നൽകുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ പുസ്തകത്തിൻ്റെ വായന എന്ന് ഞാൻ നിങ്ങളോട് ഏറ്റവും അവസാനമായി പറയുവാനും പങ്കുവെക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ചരിത്ര സത്യമാണ്. നമുക്ക് മുമ്പിൽ ആശയത്തിൻ്റെ പേരിൽ, എഴുത്തിൻ്റെ പേരിൽ, വരച്ച ചിത്രങ്ങളുടെ പേരിൽ വെടിയേറ്റ് വീഴപ്പെട്ട, കൊല ചെയ്യപ്പെട്ട, ശിരച്ഛേദം ചെയ്യപ്പെട്ട, അംഗഭംഗം ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ, ജയിലിലടയ്ക്കപ്പെട്ട എത്രയോ ആളുകൾ ഇന്ത്യയിലുടനീളം ഇപ്പോഴും ഉണ്ട് തിരിച്ചറിവിലും ഈ മനുഷ്യൻ ഇങ്ങനെ ചരിത്രത്തിലും എഴുത്തിലും നിവർന്നു നിൽക്കുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനകരമായൊരു കാര്യമാണ് എന്ന് നയനമ്മ ബെറേറ്റ എന്ന നോവലിൻ്റെ വായനയുടെ ഭാഗമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നാം എല്ലാവരും നിൽക്കുന്ന ഒരു പുരോഗമനപരമായ ഒരിടത്തിൻ്റെ ബലമുള്ള അടിത്തറയാണ് എന്നുകൂടി ഈ നോവലിൻ്റെ വായനാപൂർവ്വ അനുഭവമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗാന്ധി ആൾക്കൂട്ടത്തിൻ്റെ ആഹ്ലാദാരവങ്ങളിൽ സന്തോഷവാനായി. അദ്ദേഹം മനുവിൻ്റെയും ആഭയുടെയും തോളിൽ നിന്ന് കൈയെടുത്തു. പോക്കുവെയിലിൽ ഇടയ്ക്ക് മങ്ങി. ഗാന്ധി എല്ലാവരോടും കൈകൂപ്പി. വേദി ഇനി ഏതാനും കാലടികൾ വെച്ചാൽ അടുത്താണ്. ആരാധനാപുരുഷനെ ജീവനോടെ കണ്ട ജനങ്ങളുടെ നെടുവീർപ്പുകൾ അന്തരീക്ഷത്തിൽ ഭക്തിയുടെ നിറവ് നൽകി. നാഥുറാം വിനായക് ഗോഡ്സെയുടെ കാലുകൾ ചലിച്ചു. വലതുവശത്ത് നിന്ന് അയാൾ ഗാന്ധിയുടെ വഴിമുടക്കി. മനുവിന് ആ മുഖം പിടികിട്ടി. രാവിലെ ബാപ്പുവിനെ കാണാൻ വന്ന മനുഷ്യൻ. നമസ്തേ ബാപ്പു. നാഥുറാം വിനായക് ഗോഡ്സെ കൈകൂപ്പി. ഗാന്ധി അയാളുടെ കണ്ണിൽ സ്വന്തം മരണത്തെ കണ്ടു. സഹോദര, ബാപ്പുജി ഇപ്പോൾ തന്നെ വൈകി, വഴിമുടക്കാതെ മാറ്. മനുവിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഗോഡ്സെ മനുവിനെ തട്ടിമാറ്റി. മനു നിലത്ത് വീണു. ജപമാലയും തുപ്പൽ പാത്രവും നോട്ട് ബുക്കും തെറിച്ചുപോയി. ഞൊടിയിടയിൽ ഗോഡ്സെ കീശയിൽ നിന്ന് നയനമ്മ ബെറേറ്റ പുറത്തേക്കെടുത്തു. ഗാന്ധിക്ക് നേരെ ചൂണ്ടി. വെളിച്ചം കെട്ടു. ദൃക്സാക്ഷികളുടെ കണ്ണിൽ ഇരുട്ട് കയറി. ഒന്നിനു പിറകെ ഒന്നായി 3 വെടിപൊട്ടി. ആദ്യ തിര അടിവയർ തുളച്ചു പുറത്തു കടന്നു. രണ്ടാമത്തേത് വയറിൻ്റെ മധ്യഭാഗത്ത്.
ഉണ്ട വസ്ത്രത്തിൻ്റെ ചുളിവിൽ പറ്റിക്കിടന്നു. മൂന്നാമത്തെ ഉണ്ട നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് തുളഞ്ഞു കയറി. ഗാന്ധി നിലംപൊത്തി വീണു. അദ്ദേഹത്തിൻ്റെ കണ്ണടയും ചെരുപ്പും തെറിച്ചുപോയി. മനുവിൻ്റെയും ആഭയുടെയും മടിയിൽ അദ്ദേഹം ചോര വാർന്നു കിടന്നു. എങ്ങും ഏങ്ങലടികൾ ഉയർന്നു. തോക്കിൻ കുഴലിൽ നിന്ന് പുക പരന്നപ്പോൾ കൂടി നിന്നവരുടെ കണ്ണിൽ ഇരുട്ട് കയറി. ഒരു മുസ്ലിം ബാപ്പുവിനെ കൊന്നു. നാരായണ ആപ്തെ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചുകൂവി. അയാൾ നിലത്തൊന്നുമായിരുന്നില്ല. ആപ്തയുടെ ജീവിതത്തിലെ അവസാനത്തെ ഉന്മാദം. ഒരു മുസ്ലിം ബാപ്പുവിനെ കൊന്നു. വിഷ്ണു കാർക്കറെയും ആവേശത്തോടെ ഏറ്റുവിളിച്ചു. ജനമിളകി. കേട്ടവർ ഏറ്റുവിളിച്ചു, ബാപ്പുവിനെ കൊന്ന മുസ്ലിമിനെ വെറുതെ വിടരുത്. ആൾക്കൂട്ടം ആർത്തിരമ്പി. ഗാന്ധിയുടെ ചോര വീണ മണ്ണ് ഒരു പിടി വാരിയെടുത്ത പയ്യൻ പോലീസിനെ കണ്ട് ഓടിമറഞ്ഞു. കാർക്കറെയും ആപ്തയും ഗേറ്റ് കടന്നോടി. ഓട്ടത്തിനിടയിൽ കിതച്ചുകൊണ്ട് വിഷ്ണു കാർക്കറെ ചോദിച്ചു, ജനം ഗോഡ്സെ അമർത്തി കാണുമോ? ആപ്തെ കിതച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഹിംസയുടെ സന്തതികൾ അവനെ രക്ഷിക്കും. 2025 ഈ ചോദ്യം വീണ്ടും നാം ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. ഈ ഉത്തരവും ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. ഹിംസയുടെ സന്തതികൾ അവനെ രക്ഷിക്കും. നയന മെമ്പറാറ്റ മുന്നോട്ട് വെക്കുന്ന അതിനിശ്ചിതമായ രാഷ്ട്രീയ ബോധ്യത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വായന അവസാനിപ്പിക്കുകയും നിങ്ങളുടെ പുനർവായനയ്ക്കും ചിന്തയ്ക്കും നിരീക്ഷണത്തിനും അങ്ങേയറ്റം ഗംഭീരമായ വർത്തമാനത്തിനുമായി നയന മെമ്പറാറ്റ നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.